എൻ്റെ മകനാണ് അവിടെ രാജ്യം ഭരിക്കണം, നിൻ്റെ ഏട്ടൻ ധർമ്മപുത്രൻ. ധർമ്മിഷ്ഠന്മാർ രാജ്യം ഭരിക്കുമ്പോൾ ബാലമരണം ഉണ്ടാവില്ല. എന്നിട്ടും ഇങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ മാധവൻ്റെ കളിയായിരിക്കും നിൻ്റെ കൂടെയുള്ള ആളുടെ. ശരി, ഇനിയിപ്പോൾ ചോദിക്കാൻ വയ്യ, സഹായിക്കുമെന്ന് പറയാനും വയ്യ, വരാമെന്ന് പറഞ്ഞിട്ട് വേണ്ട പറഞ്ഞ് പുറപ്പെട്ടതാ. ഇനി പോയി സഹായം ഈഗോ സമ്മതിക്കുന്നില്ല. എന്തായാലും ബ്രാഹ്മണൻ്റെ മനസ്സൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് കരുതി അവിടുത്തെ സമയത്ത് ബ്രാഹ്മണൻ്റെ മനസ്സ് മാറി. അദ്ദേഹം പണിക്കാരെയൊക്കെ ഏർപ്പാടാക്കിയ മാവൊക്കെ വെട്ടിക്കയറി ചുട്ടും കത്തിച്ച് നിൽക്കുക. അർജുനൻ എത്തിയാൽ കിടത്തുക കൊളുത്തുക തന്നെ. അർജുനാകെ വിഷമിച്ചു. നേരെ പോയി ആ കുളത്തിൽ കുളിച്ചു, ഈറിനെടുത്ത് വന്ന് ആ അഗ്നികുണ്ഡത്തിന് ചുറ്റും 3 പ്രദക്ഷിണം വെച്ചു, തൊഴുതും കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പറ്റിപ്പോയി. കണ്ണടച്ചാൽ കൃഷ്ണനെയാണ് മനസ്സിൽ കാണുന്നത്. തൊഴുതും കൊണ്ട് പറയാണ്, കൃഷ്ണ ക്ഷമിക്കണം, അവിടെ വന്ന് കാൽക്കൽ വീഴാനൊന്നും എനിക്ക് തോന്നുന്നില്ല, എന്താ ചെയ്യുക, ഒറ്റ വിഷമം എനിക്ക് ഉള്ളൂ, അങ്ങേക്ക് എന്നോട് ദേഷ്യം തോന്നരുത്, ഞാൻ അങ്ങയുടെ അനിയത്തെ വിവാഹം കഴിച്ച അധികമായില്ല, വിധവയാക്കുക തോന്നരുതേ എന്ന് പറഞ്ഞ് എടുത്തൊരു ചാട്ടം കൃഷ്ണൻ വന്ന് അങ്ങോട്ട് തടയാണ്. തട്ടിമാറ്റി അർജുനനെ തേരിലിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. എന്താ അർജുന എത്ര പെട്ടെന്ന് അങ്ങോട്ട് പുറപ്പെട്ടാലോ, ബന്ധുക്കളൊക്കെ അല്ലേ, ഇവിടെ സുഹൃത്തുക്കളൊക്കെ അല്ലേ, അവരോടൊക്കെ ഒന്ന് ചോദിക്കേണ്ട ഒരു പ്രശ്നം വന്നാൽ അതിനൊക്കെ പരിഹാരമില്ലാത്ത പ്രശ്നം ലോകത്തുണ്ടോ എന്നും പറഞ്ഞ് ഭഗവാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. സപ്തദ്വീപാൻ സപ്തസിന്ധൂൻ സപ്തഗിരീനഥ, 7 ദ്വീപുകൾ 7 ലോകങ്ങളൊക്കെ കഴിഞ്ഞ് സഹസ്രാദിത്യ സംകാശം ഒരു സമുദ്രത്തിലേക്ക് ഇറങ്ങി. അവിടെ 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചാൽ എത്ര കണ്ട് വെളിച്ചമുണ്ടാവും, അങ്ങനെ ഒരു വെളിച്ചം. സുദർശനചക്രം വന്നതാ, വഴി കാണിച്ചു കൊടുത്തു. അങ്ങനെ അങ്ങോട്ട് പോയി. അനവധി തൂണുള്ള വലിയൊരു കൊട്ടാരം, അതിൻ്റെ നടുക്കായിട്ട് അനന്തനെ കണ്ടു. തസ്മിൻ മഹാഭീമമനന്തമദ്ഭുതം സഹസ്രമൂർധന്യഭണാമനിദ്യുഭി വിഭ്രാജമാനം ദ്വിഗുണോൽബണേക്ഷണം സിതാചലാഭം ശിതികണ്ഠജിഹ്വം. 1000 ഭണങ്ങളുള്ള വലിയൊരു സർപ്പം അനന്തൻ, അതിൻ്റെ നടുക്കായിട്ട് ഭഗവാൻ അങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നും കൊണ്ടുള്ള ഭഗവാനെ കണ്ടു. അനന്തപത്മനാഭൻ തിരുവനന്തപുരത്ത് കിടക്കുക ചെയ്യുക, തൃപ്പൂണിത്തുറത്തെ ഇരിക്കും. പൂർണ്ണത്രയീശൻ ഇരുന്നും കൊണ്ടാണ് പ്രതിഷ്ഠ, അങ്ങനെയാണ്. അതാണ് സന്താന ഗോപാലം, ഇരുന്നും കൊണ്ടാണ്. തദർശ തദ്ഭോഗ സുഖാസനം വിഭും, ഇരുന്നും കൊണ്ട് അങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ആ രൂപം. വിഷ്ണു ഭഗവാൻ ആര് കണ്ടു? കൃഷ്ണനും അർജുനനും കണ്ടു. കൃഷ്ണൻ നോക്കി ചിരിച്ചു, അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു, ഇത്രയേ ഉള്ളൂ. അർജുനൻ തൊഴുത് നമസ്കരിച്ചു. ചിലപ്പോൾ ചിലർക്ക് സംശയം തോന്നിയേക്കാം, പൂർണ്ണാവതാരം എന്നൊക്കെയാണ് കുറച്ച് മുന്നേ പറഞ്ഞത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ വിഷ്ണു ഭഗവാൻ ബാക്കി നിൽക്കാൻ പാടുമോ? അത് പാടും. അതാണ് പൂർണ്ണത്തിൻ്റെ സമ്പ്രദായം തന്നെ. അങ്ങനെയാണ്, പൂർണ്ണസ്യ പൂർണ്ണം ആദായ പൂർണ്ണമേവ അവശിഷ്യത, അതവിടെ ബാക്കി കിടക്കും. ഇതുപോലെ നമുക്കിപ്പോൾ നമുക്ക് തീ എടുക്കണം, തിരി നനച്ചു, തീയെടുത്തു, തീ കണ്ടെടുത്തു കഴിഞ്ഞാൽ ഇവിടെയും തീ ഉണ്ടാവും, അവിടുത്തെ തീ ഇല്ലാണ്ടാവുന്നില്ല, ഉണ്ടോ? അതവിടെ ഉണ്ടാവും. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്താൽ പൂർണ്ണം അവശേഷിക്കും, അതില്ലാണ്ടാവില്ല. എന്തിനാപ്പോൾ ഈ ലീല ചോദിച്ചാൽ അർജുനൻ്റെ അഹങ്കാരം ഇല്ലാണ്ടാക്കാൻ മാത്രമല്ല, വിഷ്ണു ഭഗവാനൊരു മോഹം കൃഷ്ണനെ ഒന്ന് കാണണമെന്ന്. ലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട്, കേമന കാണാൻ നല്ല ഭംഗിയാണ്, ഒന്ന് വിളിപ്പിച്ചതാണ്, തിരക്കടൊന്നുമില്ല, അവൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് എന്നൊക്കെ അഭിപ്രായം പറഞ്ഞു. കുട്ടികളൊക്കെ അവിടെ തന്നെ അർജുനൻ കണ്ടു, വലിയ സന്തോഷമായി. മക്കളൊക്കെ അവിടെ ഉണ്ട് 10 പേരും. ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് നിങ്ങൾ പോയത് ഏറെക്കുറെ തീർന്നില്ലേ, തിരിച്ചു വരേണ്ട സമയമായിട്ടോ, ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാ എന്നും പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. ആ കുട്ടികളെയും കൊണ്ട് കൃഷ്ണനും അർജുനനും തിരിച്ചു വന്നു. ഭഗവാൻ പറഞ്ഞു, അർജുന നീയാണ് ഏറ്റത്, കുട്ടികളെ കൊടുത്തോളൂ. അർജുനൻ പറഞ്ഞു, വേണ്ട കൃഷ്ണ, നീയല്ലേ കൊണ്ടുവന്നത്, ഞാൻ കൊടുക്കണില്ല, നീ കൊടുത്താൽ മതി. അല്ലല്ല, ഞാനല്ലല്ലോ ഏറ്റത്, ഞാൻ വയ്യ പറഞ്ഞ കേസല്ലേ, നീയാണല്ലോ ഏറ്റത്, നീ തന്നെ കൊടുത്താൽ മതി. അവസാനം ആ ഉണ്ണികളെ കൊണ്ടുപോയി അർജുനൻ എണ്ണി ഇങ്ങനെ കൊടുക്കുകയാണ്. 1 2 3 4 10 ഉണ്ണികളെ കണ്ട് കൊടുത്തു. ബ്രാഹ്മണനുണ്ടായ സന്തോഷം എന്നാണ്. 1 വേണമെന്നേ മോഹിച്ചുള്ളൂ. അല്ല, പക്ഷെ ഭഗവാൻ ഇടപെട്ടാൽ 1ൻ്റെ സ്ഥാനത്ത് പിന്നെ 10 ഉണ്ടാവുക, അത് കാണിക്കുകയാണ്. അങ്ങനെ എണ്ണി കൊടുത്തു. ബ്രാഹ്മണനുണ്ടായ സന്തോഷം. അദ്ദേഹം പറഞ്ഞു, അർജുന നീ കേമൻ തന്നെയാണ് കേട്ടോ, ഇവിടെ കൃഷ്ണന് സാധിച്ചില്ല, ബലരാമന് സാധിച്ചില്ല, അനിരുദ്ധനും പ്രദ്യുമ്നനും സാധിച്ചില്ല പറയാൻ പുറപ്പെടുമ്പം അർജുനൻ പറഞ്ഞു, പറയരുത്, ഞാനല്ല, ഞാൻ തന്നേ ഉള്ളൂ, ഞാനൊരു നിമിത്തം, ഞാനല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് ഓടി വന്ന് ആ ഭഗവാന്റെ കാൽക്കൽ സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിക്കുകയാണ്. നിശാമ്യ വൈഷ്ണവം ധാമ പാർത്ഥ പരമവിസ്മിത യത് കിഞ്ചിത് പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. ഈ ഒരു വരിയാണ് ഈ കഥയുടെ താല്പര്യം. യത് കിഞ്ചിത് പൗരുഷം, എന്തെങ്കിലും ഒരു കാരുണ്യം, എന്തെങ്കിലും ഒരു കഴിവ് ഭഗവാൻ എനിക്കുണ്ടെങ്കിൽ അത് അങ്ങയുടെ അനുകമ്പയാണ്. അത് തിരിച്ചറിഞ്ഞു. ഇത്രയും കാലം അത് അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്കത് ബോധ്യമായി. എന്തെങ്കിലും ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ, പലർക്കും പലതാവാം. ഭാഗവതം കേൾക്കാൻ അതും കഴിവാ, പറ്റുന്നുണ്ടല്ലോ. നിൽക്കാൻ, നടക്കാൻ, പാടാൻ, പറയാൻ ഒക്കെ കഴിവാണ്. ഇങ്ങനെയുള്ള കഴിവിൽ അഭിമാനിക്കാനും അഹങ്കരിക്കാനും പോണ്ട. അതാണ് മാ കുരു ധനജന യൗവന ഗർവം. അതൊരു സമയം പറയും, അതൊക്കെ നിമിഷ നേരം കൊണ്ട് ഇല്ലാണ്ട് പോകുന്നതാണ്. ഞാൻ യുവാവാണ്, സൗന്ദര്യമുള്ളവനാണ്, പഠിപ്പുണ്ട്, എൻ്റെ കയ്യിൽ കാശുണ്ട്, ബന്ധുബലുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അതൊക്കെ ഇല്ലാണ്ടാവാൻ അധികം സമയം വേണ്ട. എന്ന് വേണമെങ്കിൽ എന്തും സംഭവിക്കാം ആണ് മനസ്സിൻ്റെ കഥ തന്നെ. അങ്ങനെയാണ്, എന്ന് വേണമെങ്കിൽ എന്തും സംഭവിക്കാം, എന്ത് രോഗം വേണമെങ്കിലും വരാം. അപ്പം അതുകൊണ്ട് അഭിമാനിക്കാതെ
അഹങ്കരിക്കാതെ വിനയത്തോടു കൂടി കഴിയുക. ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോണു. ഈ വിചാരത്തിൽ വേണം ഒരു മനുഷ്യൻ കഴിയാൻ. ഇവിടെ ഭക്തനായ അർജുനന് ലേശര അഹങ്കാരം വന്നു. പക്ഷെ അർജുനൻ നശിച്ചോ? ഇല്ല. ഭഗവാൻ അർജുനന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കഥ കണ്ടു കൊടുത്തു. ആ അനുഭവത്തിലൂടെ ആര് ശുദ്ധായി? അർജുനൻ ശുദ്ധായി. കാൽക്കൽ വീണ് നമസ്കരിച്ചു, കണ്ണീര് കൊണ്ട് ഭഗവാന്റെ പാദം കഴുകി. ഭഗവാൻ പുറത്തു തട്ടി പറഞ്ഞു, സാരല്ല അർജുന, ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും, സാരല്ല, ഇപ്പം ആശ്വാസമായില്ലേ, സമാധാനമായില്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അതുകൊണ്ട് സാത്വികമായിട്ട് വേണം ഭജിക്കാൻ എന്നാണ്. അങ്ങനെ ഭജിക്കുകയാണെങ്കിലോ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ലേശമൊക്കെ ഉണ്ടാവും പ്രശ്നം പ്രയാസമൊക്കെ, അതൊക്കെ എന്തിനാ? ഭഗവാന്റെ അടുക്കാനാണേ, അതിനു വേണ്ടിയിട്ടാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഭക്തന്മാർക്ക്. അതാണ് ഈ കഥ കാണിക്കുന്നത്. അതിനുശേഷം പിന്നീട് 90-ാമത്തെ അധ്യായം ദശമസ്കന്ധത്തിന് ഒരു ആരതി ഒഴിയാണ്, മംഗളം പാടുകയാണ്. സുഖം സ്വപുര്യാം നിവസൻ ദ്വാരകായാം ശ്രിയപതി. ആ ഭഗവാൻ ദ്വാരകയിൽ സുഖമായിട്ട് കഴിഞ്ഞു എന്നാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ സുഖമായിട്ട് കഴിയാൻ പാടില്ല. കാരണം 16,108 ഭാര്യമാരും മക്കളും എന്നിട്ട് ഒരു പ്രശ്നവുമില്ല. അതൊന്നും ഒരു വിഷയമല്ല ഭഗവാന്. ഇവിടെ ഒരു ഭാര്യ ഒരു കുട്ടിയുള്ളൂ. എന്നിട്ട് ആഴ്ചയിൽ ശനിയാഴ്ച പോവുക കൗൺസിലിങ്ങിന്. ഡിപ്രഷൻ ആണ്, വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവിടെ ഭഗവാനൊരു കുഴപ്പമില്ല. എങ്ങനെ കഴിയണു അത് മനസ്സിലാക്കണം വെച്ചാൽ ഏകാദശ സ്കന്ധം പഠിക്കണം. അത് കാണിക്കുകയാണ്. പിന്നെ ഏകാദശ സ്കന്ധം ആരംഭിക്കുകയാണ്. ഏത് പ്രശ്നങ്ങളുടെ നടുക്കും സ്വസ്ഥമായിട്ടിരിക്കാൻ ഒരാൾക്ക് സാധിക്കും ഈ തത്വാർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ. അതാണ് ഏകാദശ സ്കന്ധം, ഇതാണ് ഭാഗവത്തിൻ്റെ മർമ്മം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ ഇത് അവസാനമേ വിളമ്പുള്ളൂ, അവസാനമേ ചോറ് വിളമ്പുള്ളൂ അല്ലേ? ചോറാണ് ഏറ്റവും പ്രധാനം. അവിൽ വിളമ്പ് ആദ്യം, പിന്നെ ഓലന്നെ, എലിശ്ശേരി, ഉപ്പിലിട്ടത്, ശർക്കരപ്പേരി, വറുത്തപ്പേരി, എന്തൊക്കെ വിളമ്പോ ഒക്കെ വിളമ്പിക്കഴിഞ്ഞാൽ ഇലട്ടതാണ് മാഹാത്മ്യം. ഇതും എല്ലാം കണ്ടു വെച്ചു. പിന്നെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വറുത്തപ്പേരി വിളമ്പി, ശർക്കരപ്പേരി, പിന്നെ ഓലന്നെ, എലിശ്ശേരി, ഇതൊക്കെയാണ് കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, അത് ഇത് കുറേ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. അതാ ചോറ് വിളമ്പാണ്ടിരുന്നാലോ നമ്മളെന്താ പറയുക? ഇലട്ട ആളെ പറ്റിക്കുക അല്ലേ? അല്ല ചോദിക്കുക, പൊളിച്ചുണ്ടായിട്ട് കാര്യമില്ല. ചോറ് വേണ്ടേ? ആ ചോറ് ഒറ്റയ്ക്ക് കിട്ടിയ ബുദ്ധിമുട്ടാവും. ആദ്യം തന്നെ ഇരുന്നു ഏകാദശം പറയാം. തിരുമേനി പറഞ്ഞാൽ മതി, പറഞ്ഞു പോവും. വെറും ചോറ് കിട്ടിയ എങ്ങനെ കഴിക്കുക? ഒന്ന് കൂട്ടി ഒന്ന് രസമായിട്ട് കഴിക്കണ്ട. അതിന് രസമാക്കാനാണ് ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ ലേശം അങ്ങനെ വിളമ്പി വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഏകാദശ സ്കന്ധം ചോറും കൊണ്ടുവരികയാണ്. അത് നേദ്യച്ചോറും കൊണ്ടുവരിക. ഉദ്ധവനും കൃഷ്ണനും കൂടി ചെമ്പ് വലിച്ചിങ്ങനെ കൊണ്ടുവരികയാണ് നേദ്യച്ചോറ്. അതാണെന്ത്? ഏകാദശ സ്കന്ധം. അതാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞാൽ പിന്നെ പാലട പ്രഥമം വിളമ്പും, 12-ാമത്തെ സ്കന്ധം. അത് ലേശമേ ഉള്ളൂ, പായസമൊക്കെ ലേശം മതി, എല്ലാവർക്കും കൊടുക്കണ്ടേ. അപ്പോൾ 13 അധ്യായം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സമ്പ്രദായം. അതിൽ ഏകാദശ സ്കന്ധം വളരെ പ്രധാനമാണ്. അത് ഭഗവാന്റെ ശിരസ്സായിട്ടാണ് പറയുക. അല്ലെങ്കിൽ ചിലർ മുഖമായിട്ട് പറയും. ശിരസ് പറയുമ്പോൾ അറിവ്, അവിടെ അതാ പ്രധാനം ആണ്. ബുദ്ധി. ഇനി വികാരമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ദശമം കഴിഞ്ഞാൽ പിന്നെ വികാരം കണ്ട് മാറ്റി വയ്ക്കും. പിന്നെ വിചാരമാണ് വേണ്ടത്. എന്താണ്? ഇനി വിചാരം ചെയ്യുക. വികാരമൊക്കെ വന്നു പോണതാണ്. അതിന് പിന്നാലെ ഇങ്ങനെ പോയോണ്ട് കാര്യമില്ല, ദുഃഖിക്കേണ്ടി വരും. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും തമാശയാണെങ്കിലും എന്തായാലും ശരിയും കളിയൊക്കെ അതവിടെ തന്നെയുള്ളൂ. പക്ഷെ വിചാരം ചെയ്ത് ഉറപ്പിച്ചാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. അതുകൊണ്ട് വിചാരത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് ഇവിടെ. ഏകാദശ സ്കന്ധം ആരംഭിക്കുകയാണ്. അതിലാദ്യം നശിക്കുന്ന കഥ പറഞ്ഞു. കാരണം അതിൻ്റെ ലക്ഷണം മുക്തിയാണ്. മുക്തി പറഞ്ഞാൽ മോചനം, രക്ഷപ്പെടണം എന്നൊരു വിചാരം ഉണ്ടാവണം. ചിലപ്പോൾ ഉള്ളത് ബുദ്ധിമുട്ടെന്ന് അറിയണ്ടേ അല്ലേ? ഇപ്പം എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. തോന്നുന്ന ആൾക്ക് രക്ഷപ്പെടണം തോന്നില്ല. അതാണ് ജീവിതത്തിൽ ഇങ്ങനെ പല 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 പ്രയാസം വരുമ്പോഴാണ് ഒന്ന് രക്ഷപ്പെടണം തോന്നുക. അല്ലാതെ എല്ലാം അനുകൂലമാകുമ്പോൾ ആർക്കും ഇപ്പം വീട് വിട്ട് വേറെ എവിടെയും പോകണം തോന്നില്ല. ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണ്ടേ? അതിനു വേണ്ടി ആദ്യം ഈ നിസ്സാരത ബോധ്യപ്പെടുത്താൻ ഒരു കഥ. ഭഗവാന്റെ വംശം നശിക്കുന്ന കഥ വർണ്ണിക്കുകയാണ്. പിന്നെ നമ്മുടെ വംശം പറയേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല, ഒക്കെ പോവും എന്നാണ്. അതിലൊന്നും വല്ലാണ്ട് ഭ്രമിക്കേണ്ട, ഒക്കെ ഇല്ലാണ്ടാവും. ദ്വാരക കടലെടുത്തു, പിന്നെ നമ്മുടെ ഇട്ടാവട്ടം ഒക്കെ പോവും എന്നാണ്. മനസ്സിലായിക്കോളൂ. മനസ്സിലാക്കി വെച്ചാൽ എളുപ്പമുണ്ട്. അതാണ് കൃഷ്ണൻ്റെ മക്കൾ പറഞ്ഞാൽ കേട്ടില്ല, പിന്നെ നമ്മളെ മക്കൾ കേൾക്കില്ല എന്നല്ല, കേൾക്കൂട്ടു, വിഷമിക്കേണ്ട. എന്നാലും അങ്ങനെ ചിലപ്പോൾ കേട്ടില്ല എന്നും വരും. നമ്മൾ വിഷമിക്കാൻ പോകണ്ട. അതാണ് കഥ കാണിച്ചു തരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ 1-ാമത്തെ അധ്യായം നശിക്കുന്ന കഥ വർണ്ണിക്കുകയാണ്. എന്തുണ്ടായി? ഒരിക്കലും ഒരു സന്ദർഭം, കാരണം ഇപ്പോൾ ഒന്നുമില്ല, ഭഗവാന്റെ സങ്കല്പമേ പറയാനുള്ളൂ. എന്നാലും ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അതിനു വേണ്ടി ഒരു കഥ. കുറച്ച് ഋഷിമാർ ഭഗവാനെ കാണാനായിട്ട് വന്നു. അവിടെ എത്തി. ഭഗവാൻ അവിടെ ഇല്ല. ഉഗ്രസേനെ കണ്ട് വർത്തമാനം പറഞ്ഞ് അവർ തിരിച്ചു പോവുക. തിരിച്ചു പോണ സമയത്ത് ഭഗവാന്റെ മക്കൾക്ക് ഒരു അപകട ബുദ്ധി തോന്നുകയാണ്. എന്തേ ഇപ്പം അങ്ങനെ തോന്നാൻ? ഭഗവാന്റെ സങ്കല്പമായിരിക്കാം. സാമ്പൻ സ്ത്രീവേഷം കെട്ടി, ഇഡലി ചെമ്പൊക്കെ വെച്ച് കെട്ടി, എന്നിട്ട് ഗർഭിണിയാന്ന് അടിച്ചിട്ട് നടക്കുകയാണ്. കൂടെയുള്ള കൂട്ടുകാർ ഇവനും കൊണ്ടുപോയി. എന്നിട്ട് ഋഷിമാരോട് ചോദിക്കുകയാണ്, ഇവളല്ല ഇവനാ, എന്നാലും ഇവളെ എന്നോ നാളെയോ പ്രസവിക്കും, ആൺകുട്ടിയോ പെൺകുട്ടിയോ? ഋഷിമാരെ ഒന്ന് നോക്കി പറയൂ. ഋഷിമാരാരാ? ഗൈനക്കോളജിസ്റ്റോ?
അവരോട് ചോദിക്കുകയാണ്, ഒന്നോ നാളെ പ്രസവിക്കുക, ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന്. ഋഷിമാർ നല്ലോണം നോക്കി സംഗതി മനസ്സിലായി, സാമ്പന വേഷം കെട്ടി വരികയാണ്. ശപിക്കണോ വേണ്ടേ? അവരൊന്ന് കണ്ണടച്ചു. ഭഗവാനെ എന്താ വേണ്ടു? ഭഗവാനോട് ചോദിക്കുക. ഭഗവാന്റെ മകനാണല്ലോ, ശപിക്കുമ്പോൾ ഒന്ന് ചോദിക്കണ്ടേ? അതാണ് ഭഗവാൻ ചോദിച്ചു. എന്താ ഇപ്പം എന്നോട് ചോദിക്കാൻ? അല്ല ഒന്നുമില്ല, ചോദിച്ചു എന്നേ ഉള്ളൂ. ഇപ്പം ഇവർ വല്ലാതെ കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ സാധാരണ ആളാണെന്ന് എന്താ ചെയ്യുക? ശപിക്കും. എന്നാ ചെയ്തോളൂ, എൻ്റെ ഉണ്ണിയാ നോക്കൊന്നും വേണ്ട, ശപിച്ചോളൂ, പിന്നെന്താ പേടിക്കാൻ? അവർ കണ്ടു തുറന്നു. മുസലം കുലനാശനം, ഒലക്ക പ്രസവിക്കും, കുലം നശിക്കും. കളികാരിയായി. സാരി കണ്ടഴിച്ചപ്പം ഒരു വലിയൊരു ഒലക്ക താഴത്തേക്ക് പിഠയ എന്ന് പറഞ്ഞിട്ട് വീണു. അതങ്ങോട്ട് വലുതാവാൻ തുടങ്ങി. ആ ഒലയ്ക്കും കൊണ്ട് അവർ ചെന്നു ഉഗ്രസേനൻ്റെ അടുത്തേക്ക്. ഉഗ്രസേനൻ പറഞ്ഞത് പുറമെ പറയണ്ട, നമ്മുടെ കുലത്തിനാണ് ചീത്തപ്പേര. അപ്പം എല്ലാവരും അറിഞ്ഞില്ലേ? അപ്പോൾ അദ്ദേഹം ചീത്തപ്പേര പറഞ്ഞിട്ട് എന്താ കാര്യം? അത് രാഗി പൊടിച്ച് കടലിൽ കളഞ്ഞോളൂ എന്ന് പറഞ്ഞു. രാഗി പൊടിച്ച് കടലിൽ കളഞ്ഞാൽ തീരുവോ പ്രാരബ്ധം? അനുഭവിക്കേണ്ടത് അനുഭവിക്കണ്ടേ? കൃഷ്ണനോട് ചോദിക്കാണ്ട് ഒന്നും ചെയ്യാത്ത ആളാ. അന്ന് കൃഷ്ണനോട് ചോദിക്കാണ്ട് ഒരു തീരുമാനം എടുത്തു. ആദ്യമായിട്ട് കഴിഞ്ഞു. പിന്നെ വലിയ തീരുമാനം എടുക്കേണ്ടി വന്നില്ല. ആദ്യത്തെ തീരുമാനമാണ്. രാഗി പൊടിച്ചു, കടലിൽ കളഞ്ഞു. അതൊക്കെ തിരമാല അടിച്ച് ഏരകപ്പുല്ലുകളായിട്ട് മുളച്ചു. മൂർച്ചുള്ള പുല്ല് അതെടുത്ത് നമ്മൾ തല്ലിയിട്ടാണ് ഭഗവാന്റെ മക്കളൊക്കെ മരിക്കുന്നത്. ഒരു കഷ്ണം ബാക്കി, രാഗി പൊടിക്കുമ്പോൾ ഒരു കഷ്ണം ബാക്കി, അത് വലിച്ചെറിഞ്ഞു. അതൊരു മത്സ്യം വിഴുങ്ങി. അതൊരു മുക്കുവന് കിട്ടി. മുക്കുവൻ അത് കയറിയ സമയത്ത് ലോഹം കണ്ടപ്പോൾ തൻ്റെ സുഹൃത്തായിട്ടുള്ള വേടന് കൊടുത്തു. ജര, അവൻ്റെ പേരതാ. അയാളത് അസ്ത്രത്തിൽ തിരികെ. ആ അസ്ത്രമാണ് ഭഗവാന്റെ പാദത്തിലേക്ക് അയക്കുന്നത്. തൻ്റെ മക്കളും പേരക്കുട്ടികളും വംശം ഇല്ലാണ്ടിയാക്കാനുള്ളതും താൻ ഇല്ലാണ്ടിയാവാനുള്ളതും ആണ്. തൻ്റെ ഈ വേഷം അഴിച്ചു വെക്കാനുള്ളതും ഭഗവാൻ നേരെയാക്കി വെച്ചു. ഇനി ആക്ഷൻ എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക മാത്രമേ വേണ്ടൂ. ഒക്കെ നേരെയാക്കി വെച്ചിട്ടുണ്ട്. തൻ്റെ നാടകത്തിൻ്റെ ഒരു ക്ലൈമാക്സ് ആയെന്ന് ആർക്ക് മനസ്സിലായി? ഋഷീശ്വരന്മാർക്കൊക്കെ മനസ്സിലായി.